ട്രേഡ് ചെയ്യുന്ന 99% റീറ്റെയിലേഴ്സും നഷ്ടത്തിലേക്കാണ് പോകുന്നത്. അതേസമയം DII, FII, ട്രേഡിംഗ് കമ്പനീസ്, ബിഗ് ഫിഷസ് ഇവരെല്ലാവരും തന്നെ എപ്പോഴും ലാഭത്തിലാണ്. ഇവർ മാത്രം എങ്ങനെയാണ് എപ്പോഴും ലാഭം ഉണ്ടാക്കുന്നത്? ഈ പറയുന്ന റീറ്റെയിലേഴ്സും അതുപോലെ തന്നെ ഈ പറയുന്ന ബിഗ് ഫിഷസും തമ്മിൽ എന്താണ് വ്യത്യാസം? രണ്ട് വ്യത്യാസമാണ് ഉള്ളത്. ഈ പറയുന്ന ബിഗ് ഫിഷസിന്റെ കയ്യിൽ ഒരുപാട് ക്യാപിറ്റൽ ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ പറയുന്ന ബിഗ് ഫിഷേഴ്സിനെല്ലാം തന്നെ ഇത്തരത്തിൽ അവരുടേതായ ഒരു ട്രേഡിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും. ആ ഒരു ട്രേഡിംഗ് സിസ്റ്റത്തിനുള്ളിൽ മാത്രമായിരിക്കും ഇവർ ട്രേഡ് ചെയ്യുക. അതായത് എത്ര വലിയ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ പോലും അവരുടെ കാൽക്കുലേഷൻ തെറ്റാറുണ്ട്, അവർക്കെതിരെയും മാർക്കറ്റ് നീങ്ങാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ ഈ ട്രേഡിംഗ് സിസ്റ്റമാണ് അവരെ വലിയ നഷ്ടത്തിൽ നിന്നും കരകയറ്റുന്നത്. എന്നാൽ ഇതേ ട്രേഡിംഗ് സിസ്റ്റം തന്നെയാണ് റീറ്റെയിലേഴ്സിന് ഇല്ലാത്തതും. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ സ്വന്തമായ ഒരു ട്രേഡിംഗ് സിസ്റ്റം എങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന് നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിനു വേണ്ടി ഞാൻ റെഫർ ചെയ്തിരിക്കുന്നത് സൂപ്പർ ട്രേഡർ എന്ന് പറയുന്ന ഈ ഒരു ബുക്കാണ്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല, പഠിക്കാൻ പാടാണ്, ബുദ്ധിമുട്ടാണ്, മടിയാണ് എന്നാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് ഫീൽഡിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള സെബി രജിസ്ട്രേഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് കുറെ ട്രേഡിംഗ് സിസ്റ്റങ്ങൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. ദിസ് ഈസ് മാർക്കറ്റ് ഫീഡ്. ഞാൻ അവലക്ഷയ്. നമുക്ക് തുടങ്ങാം. വൈ ബിൽഡിംഗ് എ ട്രേഡിംഗ് സിസ്റ്റം? അതായത് എന്തിനൊരു ട്രേഡിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം? അതായത് ഞാൻ മാർക്കറ്റ് ഫീൽഡിലേക്ക് വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ ട്രേഡിംഗ് സിസ്റ്റത്തിന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കിയത്. അതായത് ഞാനിവിടെ വന്നതിന് ശേഷം നോക്കാൻ നേരത്ത് ഇവിടെയുള്ള എല്ലാ ട്രേഡേഴ്സിനും അവരുടേതായ ഒരു ട്രേഡിംഗ് സിസ്റ്റം ഉണ്ടെന്ന് കാണാം. അതായത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷാരിക്കിനാണെങ്കിൽ ഷാരിക്കിൻ്റെതായ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ ഉണ്ട്. ആ ഒരു സ്റ്റൈൽ മാത്രമേ ആ ഷാരിക്ക് അതിൽ ട്രേഡ് ചെയ്യാറുള്ളൂ. അതുപോലെ നോക്കുകയാണെങ്കിൽ അജയ്ക്കാണെങ്കിലും മിഹാലിനാണെങ്കിലും എല്ലാവർക്കും അവരുടേതായ ഒരു ട്രേഡിംഗ് രീതിയുണ്ട്. ആ ഒരു സിസ്റ്റത്തിനുള്ളിൽ നിന്ന് മാത്രമേ അവർ ട്രേഡ് ചെയ്യാറുള്ളൂ. എന്നാൽ ഞാൻ എന്നിലേക്ക് തന്നെ നോക്കിയപ്പോൾ മുൻകാലങ്ങളിൽ മാർക്കറ്റ് ഫീഡ് വരുന്നതിന് മുമ്പ് ഞാൻ എന്താ ചെയ്തിരുന്നത്? യൂട്യൂബ് നോക്കി കുറെ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം നേരെ പോയി ചാർട്ടിലേക്ക് വരികയാണ്. ഏതെങ്കിലും കുറെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എടുത്തിടും. ആ ഇൻഡിക്കേറ്റർ പറയുന്ന പ്രകാരം ഞാൻ ഒരു ട്രേഡ് എടുക്കും. അതിനൊരു സ്റ്റോപ്പ് ലോസും ഒരു ടാർഗറ്റും വെക്കും. ഇങ്ങനെയായിരുന്നു ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് എനിക്കൊരു പ്രോപ്പർ സിസ്റ്റമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പൊ ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളിൽ പല ആൾക്കാരും ഇപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോപ്പറായ ഒരു സിസ്റ്റം ഇല്ലാതെ. ഇത് തന്നെയാണ് നിങ്ങളുടെ ലോസിനുള്ള മെയിൻ ആയൊരു കാരണവും. അപ്പൊ ഇത് മനസ്സിലാക്കി ട്രേഡിംഗ് സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് ട്രേഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ സ്വന്തമായ ഒരു ട്രേഡിംഗ് സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നതിന്റെ താഴെ ഒരു ചങ്ങാതി വന്നിട്ട് രസകരമായ ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ആ കമന്റ്. അതായത് ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട് ഷാരിക്കിൻ്റെതാണോ എന്ന്. അതിന് താഴെ മറ്റൊരു ചങ്ങാതി വന്നിട്ട് അതിനേക്കാൾ രസകരമായ ഒരു റിപ്ലൈ അവിടെ കൊടുത്തിരുന്നു. അതായത് സൈസ് വ്യത്യാസമുണ്ടെന്ന്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തി ഒരു ഷർട്ട് എടുക്കുന്നത് പോലെ തന്നെ യുണീക്ക് ആയിരിക്കണം ഓരോ വ്യക്തികളുടെയും ട്രേഡിംഗ് സിസ്റ്റം. അതായത് ഒരാളുടെ ഷർട്ട് മറ്റൊരാൾക്ക് ചേരില്ല. അതുപോലെ തന്നെ ആയിരിക്കണം ഒരു വ്യക്തിയുടെ ട്രേഡിംഗ് സിസ്റ്റം മറ്റൊരാൾക്ക് ചേരണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ട്രേഡിംഗ് സിസ്റ്റം വ്യത്യസ്തമായിരിക്കണം എന്നാണ് സൂപ്പർ ട്രേഡറിന്റെ ഓർഡർ പറയുന്നത്. അപ്പൊ ഷർട്ട് വാങ്ങുന്ന കണക്ക് തന്നെയാണ് ട്രേഡിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ട്രേഡിംഗ് സിസ്റ്റം ആണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കണം. അതായത് നിങ്ങളൊരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ട്രേഡർ ആണെങ്കിൽ, വലിയ രീതിയിലുള്ള ലാഭമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ആ ഒരു തരത്തിലെ ട്രേഡിംഗ് സിസ്റ്റം ആയിരിക്കണം നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത്. എന്നാൽ നിങ്ങൾ വളരെ കൺസർവേറ്റീവ് ആയിട്ട് വളരെ കുറച്ച് മാത്രം പ്രോഫിറ്റ് മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു തരത്തിലായിരിക്കണം നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റം. അപ്പൊ എങ്ങനെയാണോ മറ്റൊരാളുടെ ഷർട്ട് നിങ്ങൾക്ക് ചേരാത്തത്, അതുപോലെ തന്നെയായിരിക്കും മറ്റൊരാളുടെ ട്രേഡിംഗ് സിസ്റ്റവും നിങ്ങൾക്ക് ചേരാത്തത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഷാരിക്ക് അയൺ കോണ്ടോർ എന്ന് പറഞ്ഞൊരു ട്രേഡിംഗ് സിസ്റ്റമാണ് ഫോളോ ചെയ്ത് വരുന്നത്. പുള്ളിയുടേതായ ഒരു രീതിയിലുള്ള റിസ്ക്കും റിവാർഡും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് പുള്ളിയുടെ ഒരു സ്റ്റൈലിൽ തന്നെയാണ് അദ്ദേഹം അത് ചെയ്യുകയും ചെയ്യുന്നത്. അതായത് വർഷം ഒരു 30, 40, 50% ഒക്കെ റിട്ടേൺസ് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ട്രേഡ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ നമ്മൾ മറ്റൊരു വ്യക്തിയിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തി ഒരിക്കലും വർഷം ഒരു 50% റിട്ടേൺ ആയിരിക്കില്ല പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ 100, 200, 300, 400, 500% റിട്ടേൺസ് പ്രതീക്ഷിക്കുന്ന അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഉണ്ടായിരിക്കും ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് സിസ്റ്റം ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏത് തരം ട്രേഡിംഗ് സിസ്റ്റം ആണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം ഡിസൈഡ് ചെയ്യണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അപ്പൊ സ്വന്തമായ ഒരു ട്രേഡിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 പോയിന്റുകളാണ്. നമ്പർ 1, റിലയബിലിറ്റി. അതായത് നിങ്ങളൊരു ട്രേഡിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് ആ ഒരു സിസ്റ്റത്തിനുള്ളിൽ വെച്ച് എടുക്കുന്ന എല്ലാ ട്രേഡുകളും ലാഭമായിരിക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. അതായത് പകുതിയിലേറെ ട്രേഡുകൾ പോലും റോങ് ആയാൽ പോലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അറ്റ് ലാസ്റ്റ് പ്രോഫിറ്റിലാവാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നമ്പർ ഓഫ് ട്രേഡ്സ് എടുക്കുന്ന എല്ലാ ട്രേഡുകളും തന്നെ പ്രോഫിറ്റിലായിരിക്കണമെന്നും അല്ലെങ്കിൽ എല്ലാ ട്രേഡുകളും തന്നെ കറക്റ്റ് ആയിരിക്കണമെന്നും വാശി പിടിക്കരുത്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് സൈസ് ഓഫ് യുവർ പ്രോഫിറ്റ് കമ്പയർഡ് വിത്ത് യുവർ ലോസസ്. അതായത് നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന ട്രേഡുകളുടെ എല്ലാം തന്നെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആ ട്രേഡിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ലോസിനേക്കാളും കൂടുതലായിരിക്കണം, ഒരു 3 ഇരട്ടിയെങ്കിലും കൂടുതലായിരിക്കണം. അതായത് കട്ട്
യുവർ ലോസസ് റൺ യുവർ പ്രോഫിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇത് തന്നെയാണ്. എന്നാൽ ഇത് പറയാൻ വളരെ എളുപ്പമാണെങ്കിലും ഇത്തരം ഒരു സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ടല്ലാതെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് നടപ്പിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മൂന്നാമത്തെ പോയിന്റ് ആണ് കോസ്റ്റ് ഓഫ് ട്രേഡിംഗ്. അതായത് നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റം അനുസരിച്ച് കൊണ്ട് നിങ്ങളൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്തു എന്ന് കരുതുക. അതിനുശേഷം മാർക്കറ്റ് നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് പോയി ആ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ്സ് അവിടെ നടത്തേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നതനുസരിച്ച് ഇത്തരത്തിൽ നമ്പർ ഓഫ് ട്രേഡ്സിന്റെ എണ്ണം കൂടുന്നതാണ്. ആ ട്രേഡുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നിങ്ങൾ ബ്രോക്കറേജും എക്സ്ചേഞ്ച് ചാർജസും മറ്റ് ചാർജസും നൽകേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം പ്രോഫിറ്റ് എത്രയാണോ ആ ഒരു പ്രോഫിറ്റിനേക്കാളും കുറവായിരിക്കണം നിങ്ങളുടെ മൊത്തം ട്രേഡിംഗിൽ നിന്നും ഉണ്ടാകുന്ന കോസ്റ്റ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഉറപ്പുവരുത്തുക. നാലാമത്തെ പോയിന്റ് ആണ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി. അതായത് നിങ്ങൾ എടുക്കുന്ന ഒരു ട്രേഡിൽ നിന്ന് നിങ്ങൾക്ക് എത്ര ശതമാനം റിട്ടേൺസ് കിട്ടുമെന്നും അതിന്റെ റിസ്ക് എത്രയാണെന്നുമുള്ള കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. അതായത് നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റത്തിനുള്ളിൽ നിന്ന് നിങ്ങൾ എടുക്കുന്ന ട്രേഡ് കൊണ്ട് നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിന് പുറത്ത് നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് റിട്ടേൺ ആണ് കിട്ടുന്നത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു ട്രേഡിൽ നിങ്ങൾ എത്ര ശതമാനം റിസ്ക് ആണ് എടുക്കുന്നതെന്നും ഇനി നിങ്ങൾക്ക് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിന് പുറത്ത് എത്ര പെർസെൻറ്റേജ് ലോസ് ആണ് ഉണ്ടാവാൻ സാധ്യതയുള്ളതെന്നും ട്രേഡിൽ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അഞ്ചാമത്തെ പോയിന്റ് ആണ് സൈസ് ഓഫ് യുവർ ക്യാപിറ്റൽ. അതായത് നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ആവാനും കൂടുതൽ നാൾ മാർക്കറ്റിൽ നിലനിൽക്കാനും സാധിക്കുന്നതാണ്. എന്നാൽ നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ വളരെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിരിക്കില്ല, കുറച്ച് പാടായിരിക്കും. അതായത് സ്വന്തമായ ഒരു ട്രേഡിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ നേരം നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ എത്രയാണോ ആ ഒരു ക്യാപിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പർ ആയ ഒരു ട്രേഡിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ 5 പോയിന്റുകൾ അല്ലാതെ ഞാനൊരു ബോണസ് പോയിന്റ് കൂടി തരാം. അതായത് ഞാൻ ഈ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ 99% ട്രേഡുകളും സക്സസ് ആയാൽ പോലും നിങ്ങൾക്ക് വലിയ നഷ്ടം വന്നേക്കാം. അതായത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെ കുറഞ്ഞ ക്യാപിറ്റൽ കൊണ്ട് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചോ. നിങ്ങൾ എല്ലാ ദിവസവും ഈ പറയുന്ന സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് പ്രോഫിറ്റും ലോസും എല്ലാം ബുക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നല്ലൊരു പ്രോഫിറ്റിലാണ് ഉള്ളതെന്ന് സങ്കല്പിക്കുക. എന്നാൽ നിങ്ങൾ അടുത്ത ദിവസം ഒരു ട്രേഡ് എടുത്ത സമയത്ത് നിങ്ങൾ ഈ സിസ്റ്റത്തിനുള്ളിൽ നിന്ന് പുറത്ത് വന്നിട്ട് നിങ്ങളുടെ ഗ്രീഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് നിങ്ങൾ ആ ഒരു സിസ്റ്റത്തിന് പുറത്ത് വന്നിട്ട് ട്രേഡ് ചെയ്തു. ആ ഒരു ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നിങ്ങളുടെ ട്രേഡ് കംപ്ലീറ്റ് തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് അവിടെ റിസ്ക് റിവാർഡോ ഒന്നും തന്നെ കാണില്ല. ആ ഒരൊറ്റ ട്രേഡ് തന്നെ മതിയാകും നിങ്ങളുടെ അത്ര കാലം നിങ്ങൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് നിങ്ങളുടെ ക്യാപിറ്റലും പെട്ടെന്ന് ഇല്ലാതാക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൊസിഷൻ സൈസിങ് വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ ട്രേഡ് തെറ്റിയാൽ പോലും വലിയ നഷ്ടം ഉണ്ടായേക്കാം. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി ഒരു ട്രേഡിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വലിയ വലിയ നഷ്ടങ്ങൾ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു നഷ്ടത്തെ അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റത്തിനുള്ളിലാണെങ്കിൽ പോലും വലിയ വലിയ നഷ്ടങ്ങൾ അത്ര കാലം നിങ്ങൾ ഉണ്ടാക്കിയ ലാഭത്തെ തിന്നു തീർത്തേക്കാം. ട്രേഡിംഗ് സിസ്റ്റം ഉണ്ടാക്കാൻ നേരം അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് റിസ്ക് റിവാർഡ്. അതായത് നിങ്ങളൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ നേരം നിങ്ങൾക്ക് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് 1% ലോസ് ആണെങ്കിൽ നിങ്ങൾ അവിടെ ടാർഗറ്റ് ചെയ്യേണ്ടത് ഒരു 3-4% പ്രോഫിറ്റിലേക്കായിരിക്കണം. അപ്പോൾ ഈ ഒരു റിസ്ക് റിവാർഡ് നിങ്ങൾ നിങ്ങളുടെ എല്ലാ ട്രേഡിലും ഫോളോ ചെയ്ത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലോങ് ടൈമിൽ സക്സസ് ആവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ ഒരു കാര്യം എല്ലാ ആളുകൾക്കും അറിയാം. എന്നാൽ ഈ പറയുന്ന ട്രേഡിംഗ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ പല റീസൺസ് കൊണ്ട്, സൈക്കോളജിക്കൽ റീസൺസ് കൊണ്ടും പല റീസൺസ് കൊണ്ടും ആളുകൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റാതെ ആളുകൾ ലോസിലേക്ക് പോകാറുണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്നോളം നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റത്തിനുള്ളിൽ പ്രോപ്പറായ റിസ്ക് റിവാർഡ് മാനേജ് ചെയ്തുകൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ സൈക്കോളജി അവിടെ വർക്ക് ചെയ്യില്ല. കാരണം നിങ്ങൾ ട്രേഡിംഗ് സിസ്റ്റത്തിനുള്ളിൽ നിന്ന് ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായ രീതിയിൽ സിസ്റ്റം അനുസരിച്ച് ട്രേഡ് ചെയ്യുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ചെറിയ നഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ ആ നഷ്ടം ബുക്ക് ചെയ്ത് ഇറങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ലാഭം അത് എത്രയാണ് ടാർഗറ്റിനനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്ത് ഇറങ്ങുന്നതുമായിരിക്കും. അതുകൊണ്ട് തന്നെ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ ഡെയിലി ട്രേഡ് ചെയ്യുമ്പോൾ സൈക്കോളജി അവിടെ നിങ്ങൾക്ക് പണി തരില്ല. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എക്സിറ്റ്. അതായത് നമ്മൾ റിസ്ക് റിവാർഡിലേക്ക് നോക്കുമ്പോൾ എൻട്രിയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സിറ്റ്. അപ്പോൾ നിങ്ങളുടെ ഒരു ട്രേഡിംഗ് സിസ്റ്റത്തിനുള്ളിൽ നിങ്ങളൊരു എക്സിറ്റ് പ്ലാൻ ചെയ്യാൻ നേരം അതിന് പ്രോപ്പർ ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള റീസൺസ് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റത്തിനുള്ളിൽ നിങ്ങൾ എൻട്രിക്ക് അടുത്തായിട്ട് തന്നെ ഒരു SL വെക്കുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ ആ ഒരു SL ഹിറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്നത് വളരെ മിനിമൽ ലോസ് ആയിരിക്കും. മാർക്കറ്റ് നിങ്ങൾക്ക് എഗൻസ്റ്റ് വരികയാണെങ്കിൽ പോലും അവിടെ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് വളരെ മിനിമം ആയിട്ടുള്ള ഒരു ലോസ് ആയിരിക്കും. ഇനി നിങ്ങളുടെ SL എന്ന് പറയുന്നത് എൻട്രി ഇവിടെയും SL കുറച്ച് ദൂരെയുമാണ് കൊണ്ട് വെക്കുന്നതെങ്കിൽ മാർക്കറ്റ് എത്ര വോളറ്റൈൽ ആയാൽ പോലും നിങ്ങൾക്ക് കുറേ നേരം ആ ഒരു ട്രേഡിൽ നിൽക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു ഡയറക്ഷൻ തെറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വലിയ ലോസ് ഉണ്ടായേക്കാം. അപ്പോൾ ഇനി വളരെ ദൂരെ SL വെച്ചതിന് ശേഷം മാർക്കറ്റ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ SLനെ ട്രയൽ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടിയ പ്രോഫിറ്റ് അവിടെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ
നിങ്ങളുടെ റിസ്ക്കും ലോസിലേക്കുള്ള സാധ്യതയും കുറയുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റത്തിനുള്ളിൽ എവിടെ എക്സിറ്റ് വെക്കണം എന്നുള്ളത് നിങ്ങൾ ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് മാത്രം ഡിസൈഡ് ചെയ്യുക. ആഫ്റ്റർ ബിൽഡിംഗ് ദ സിസ്റ്റം, അതായത് നിങ്ങൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു ട്രേഡിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്തു എന്ന് വെക്കുക. അതിനുശേഷം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പൊ എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡേഴ്സും അവരുടെ ആ ഒരു ട്രേഡിംഗ് സിസ്റ്റം ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ട് അത് മുൻകാലങ്ങളിൽ പ്രോഫിറ്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്താറുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ അവരുടെ ആ ഒരു ട്രേഡിംഗ് സിസ്റ്റം ഫോർവേഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടും അത് പ്രോഫിറ്റിലാണെന്ന് അവർ കൺഫേം ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടെത്തിയ നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റവും ഇത്തരത്തിൽ ബാക്ക് ടെസ്റ്റും ഫോർവേഡ് ടെസ്റ്റും ചെയ്തുകൊണ്ട് അത് പ്രോഫിറ്റ് ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതുപോലെ നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റം പ്രകാരം നിങ്ങൾ ഒരു ട്രേഡിലേക്ക് എൻട്രി ചെയ്യുകയാണെങ്കിൽ ആ ഒരു ട്രേഡ് എപ്പോഴാണ് തെറ്റിപ്പോകുകയെന്നും എപ്പോഴാണ് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ടതെന്നും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റത്തിലെ ഓരോ ട്രേഡിനും വ്യക്തമായ റിസ്ക് റിവാർഡ് റേഷ്യോ ഉണ്ടായിരിക്കണം. അത് എല്ലാ ട്രേഡിനും തുല്യമായിരിക്കുകയും വേണം. ഇനിയിപ്പം ട്രേഡിംഗ് സിസ്റ്റം ഇല്ലാതെ നിങ്ങൾ ഡിസ്ക്രിപ്ഷന്റെ പുറത്ത് ട്രേഡ് ചെയ്താൽ പോലും ഈ ഒരു റിസ്ക് റിവാർഡ് അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ട്രേഡിംഗ് സിസ്റ്റത്തിൽ ട്രേഡിങ്ങിനെ ഒരു ബിസിനസ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ 6 മാസം കൂടുമ്പോഴും ഇത്തരത്തിൽ നിങ്ങളുടെ ട്രേഡിങ്ങിനെ സ്വയം വിലയിരുത്തേണ്ടതുണ്ട്. എങ്ങനെ ട്രേഡിംഗ് പെർഫോം ചെയ്യുന്നു, എത്ര ശതമാനം പ്രോഫിറ്റ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റി, എത്ര ശതമാനം ലോസ് ആണ് ഉണ്ടായത്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായതെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ മുൻ കാലഘട്ടത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മുൻ വർഷത്തെ അപേക്ഷിച്ചുകൊണ്ട് ട്രേഡിങ്ങിന് ഉണ്ടായ പുരോഗതികളും അതിന്റെ പ്രവർത്തനങ്ങളും നിങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോകണം. അടുത്തത് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ട്രേഡിംഗ് സിസ്റ്റം എല്ലാം ബിൽഡ് ചെയ്തതിന് ശേഷം പിന്നീട് ആ ഒരു സിസ്റ്റത്തിനനുസരിച്ച് ട്രേഡൊക്കെ ചെയ്ത് ലാഭം ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് ആ ഒരു ട്രേഡിംഗ് സിസ്റ്റത്തിന് പുറത്തിറങ്ങിയിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്തത് കൊണ്ട് വലിയ നഷ്ടങ്ങൾ പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ട്. പേഴ്സണലി ഇത് എനിക്ക് കൂടി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് 99 ട്രേഡുകൾ എടുത്തു എന്ന് വിചാരിക്കുക. അതിൽ കൂടുതൽ ട്രേഡുകളും ലോസിലാണ് പോയതെങ്കിലും നിങ്ങളുടെ റിസ്ക് റിവാർഡ് ഉള്ളത് കൊണ്ട് തന്നെ ഓവറാൾ നിങ്ങൾ പ്രോഫിറ്റിലാണ് എന്ന് കരുതുക. അങ്ങനെ നിങ്ങൾ 100ാമത്തെ ട്രേഡ് ഈ ഒരു സിസ്റ്റത്തിന് വെളിയിൽ വന്നിട്ട് അവിടെ വെച്ച് നിങ്ങൾ ആ ഒരു ട്രേഡ് എടുത്തു. അവിടെ റിസ്ക് റിവാർഡ് ഇല്ലാത്തതും മറ്റു പല പ്രശ്നങ്ങളും നിങ്ങളുടെ സൈക്കോളജി എല്ലാം അപ്ലൈ ആയിക്കൊണ്ട് നിങ്ങൾക്ക് വലിയൊരു ലോസ് ഉണ്ടായി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്ര കാലം സിസ്റ്റത്തിൽ നിന്ന് ഉണ്ടാക്കിയ ആ ഒരു പ്രോഫിറ്റും എല്ലാം തന്നെ ഇപ്പുറത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ സ്വന്തമായ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്താൽ പോലും ആ ഒരു സിസ്റ്റത്തെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. ആ ഒരു സിസ്റ്റത്തിനുള്ളിൽ നിന്ന് മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും പുറത്തിറങ്ങിയിട്ട് മറ്റൊരു രീതിയിൽ ട്രേഡ് ചെയ്ത് നഷ്ടം വരുത്താതിരിക്കുക. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ടൊരു ട്രേഡിംഗ് സിസ്റ്റം ഇതെല്ലാം വെച്ചിട്ട് ബിൽഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ പൈസ ഇട്ടുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ ചോദ്യങ്ങൾ നിങ്ങളോട് സ്വയം ചോദിക്കുക. ഡസ് ദ ട്രേഡിംഗ് സിസ്റ്റം ഫിറ്റ് മൈ ബിലീവ്സ്? അതായത് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കുറേ വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ആ പറയുന്ന വിശ്വാസങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഈ ഒരു ട്രേഡിംഗ് സിസ്റ്റവുമായിട്ട് ഒത്തുപോകുന്നുണ്ടോ? ഡു ഐ റിയലി അണ്ടർസ്റ്റാൻഡ് ഹൗ ദ സിസ്റ്റം വർക്ക്സ്? അതായത് ഈ പറയുന്ന ട്രേഡിംഗ് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പരിപൂർണമായിട്ട് മനസ്സിലായിട്ടുണ്ടോ, അറിയാമോ? ഡു ഐ അണ്ടർസ്റ്റാൻഡ് ഹൗ ദ സിസ്റ്റം വർക്ക്സ് ഇൻ വേരിയസ് മാർക്കറ്റ് കണ്ടീഷൻ? അതായത് മാർക്കറ്റിന്റെ പല അവസ്ഥകളിലും ഈ ഒരു സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ളതിന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടോ? ഡു ഐ ട്രസ്റ്റ് മൈ ഇനിഷ്യൽ ടെസ്റ്റിംഗ്? അതായത് നിങ്ങൾ ഓൾറെഡി കുറെ ബാക്ക് ടെസ്റ്റുകളും കുറെ പരീക്ഷണങ്ങളും നിങ്ങളുടെ ഈ ഒരു ട്രേഡിംഗ് സിസ്റ്റത്തിന്റെ പുറത്ത് നടത്തിയിട്ടുണ്ടായിരിക്കുമല്ലോ. ആ ഒരു പരീക്ഷണങ്ങളിൽ നിങ്ങൾക്ക് തന്നെ സ്വയം വിശ്വാസമുണ്ടോ? ഡു ഐ ഫീൽ ഗുഡ് അബൌട്ട് ട്രേഡിംഗ്? അതായത് നിങ്ങളെ ഉണ്ടാക്കിയ ഈ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ? ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രേഡ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റിലാകുമെന്ന് നിങ്ങൾക്ക് 100% വിശ്വാസമുണ്ടോ? അങ്ങനെയെങ്കിൽ ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് യെസ് എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പറയുന്ന ട്രേഡിംഗ് സിസ്റ്റം അപ്ലൈ ചെയ്ത് റിയൽ മണി ഇട്ട് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ട്രേഡ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്രേഡിംഗ് സിസ്റ്റത്തിനുള്ള പോരായ്മകൾ കണ്ടെത്താനും റിയൽ മാർക്കറ്റിൽ ആ ഒരു സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുമെന്നും അവിടെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്താണെന്നെല്ലാം തന്നെ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത്തരം പല പ്രശ്നങ്ങൾ വരുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു ട്രേഡിംഗ് സിസ്റ്റത്തെ ശരിക്കും ഇംപ്രൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ബെറ്റർ ആക്കാനും അതിലൂടെ ബെറ്റർ ആക്കി മാറ്റാനും സാധിക്കുന്നതാണ്. അപ്പൊ പ്രോപ്പർ ആയ ഒരു ട്രേഡിംഗ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് മാർക്കറ്റിലെ 90% റീറ്റെയിലേഴ്സും നഷ്ടത്തിലേക്ക് പോകുന്നത്. എന്നാൽ ഈ ഒരു വീഡിയോ കണ്ടതോടുകൂടി എങ്ങനെ ഒരു ട്രേഡിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്യണമെന്നും അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനി ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതൊന്നും മനസ്സിലായില്ല അല്ലെങ്കിൽ ഇതൊന്നും പഠിക്കാൻ വയ്യ മടിയാണ് എന്ന് കരുതുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ മാർക്കറ്റ് ഫീഡിന്റെ ആപ്പിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇവിടെ ഒരുപാട് ട്രേഡിംഗ് സിസ്റ്റങ്ങൾ കാണാവുന്നതാണ്. അതായത് പിഗ്ഗി ബാങ്ക്, സ്മാർട്ട് മണി തുടങ്ങിയ വിവിധ തരം ട്രേഡിംഗ് സിസ്റ്റങ്ങൾ ഇവിടെയുണ്ട്. അതായത്
മാർക്കറ്റ് ഫീൽഡിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള സിബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ബാക്ക് ടെസ്റ്റും ഫ്രണ്ട് ടെസ്റ്റും എല്ലാം നടത്തിക്കൊണ്ട് പ്രോഫിറ്റബിൾ ആണെന്ന് തെളിയിച്ചിട്ടുള്ള സ്ട്രാറ്റജികളും സിസ്റ്റങ്ങളുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്കും ഇത് കണ്ടു പഠിക്കാവുന്നതാണ്, ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാക്കാവുന്നതുമാണ്. ഇനി ഇത് നിങ്ങളുടെ ബ്രോക്കറിലേക്ക് ഈ ഒരു സിസ്റ്റം ഓട്ടോമേറ്റ് ചെയ്യണമെങ്കിൽ അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ഫ്രീ വർക്ക്ഷോപ്പ് മാർക്കറ്റ് ഫീഡ് തന്നെ നടത്തുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും